ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്ടൈൽ മോഷൻ. An object that is in flight after being thrown or projected is called a projectile. ഇവിടെ ഒരാൾ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യാണ്. അപ്പോൾ ആ ബോൾ മൂവ് ചെയ്യുന്നു. അതിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയറിൽ അത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിനെ നമുക്കൊരു പ്രൊജക്ടൈൽ എന്ന് വിളിക്കാം. ഈ പ്രൊജക്ടൈലിൻ്റെ പാത്ത് നമ്മൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്ടൈൽ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പാത്തിനെ നമ്മൾ അതിന്റെ ട്രാജക്ടറി എന്നാണ് വിളിക്കുക. അപ്പോൾ ട്രാജക്ടറി മീൻസ് ഇറ്റ്സ് പാത്ത്. ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ, ഈ ഷേപ്പ് നോക്കിയാൽ അത് പരാബോളിക് ഷേപ്പ് ആണ്. ദാറ്റ് ഈസ് ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. അല്ലെങ്കിൽ നമുക്ക് ഇപ്രകാരം പറയാം, ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. ഇപ്പൊ നിങ്ങൾ ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, അപ്പൊ അതൊക്കെ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്ട്സ് എല്ലാം മൂവ് ചെയ്യുന്ന പാത്ത് ഒരു പരാബോളിക് പാത്തിലായിരിക്കും. അതിന്റെ ട്രാജക്ടറി ഒരു പരാബോളയായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ? അപ്പോൾ അതിന്റെ ആൻസർ പരാബോള. അതുപോലെ അതിന്റെ ട്രാജക്ടറി ഡ്രോ ചെയ്യാനായിട്ട് വരാം. അങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ഈ പരാബോളിക് ഷേപ്പ് വരച്ച് കാണിക്കാം. എക്സും വൈയും ആക്സിസ് വരച്ചിട്ട് ഇതുപോലെ ഒരു പരാബോളിക് ഷേപ്പ് നമുക്ക് കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് പ്രൊജക്ടൈലിന്റെ വെലോസിറ്റിയുടെ കമ്പോണൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രൊജക്ടൈലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. അത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഈ പ്രൊജക്ടൈൽ മൂവ് ചെയ്യുന്ന ഒരു പരാബോളിക് പാത്തിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത്. ഈ വെക്റ്റർ യുവിനെ നമുക്ക് റിസോൾവ് ചെയ്യണം. എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റും വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റും നമുക്ക് എഴുതാം. ഇവിടെ നോക്കിയാൽ ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ എക്സ് ആക്സിസിൽ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന വെക്ടറിന്റെ ഇൻക്ലിനേഷൻ ഏത് ആക്സിസിൽ നിന്നാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ ആക്സിസിൽ വരുന്ന കമ്പോണന്റ് എപ്പോഴും കോസ് കമ്പോണന്റ് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇവിടെ എക്സ് ആക്സിസിൽ നിന്നുള്ള ഇൻക്ലിനേഷൻ ആണ് നമ്മളിവിടെ തീറ്റ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ എക്സ് ആക്സിസിൽ വരുന്ന കമ്പോണന്റ് നമുക്ക് യു കോസ് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന കമ്പോണന്റ് നമുക്ക് യു സൈൻ തീറ്റ എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ വെക്ടറിന്റെ രണ്ട് കമ്പോണൻസ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. ദ കമ്പോണൻസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി യു ആർ യു കോസ് തീറ്റ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ. അതുപോലെ ആൻഡ് യു സൈൻ തീറ്റ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ വരുന്ന കമ്പോണന്റ് യു സൈൻ തീറ്റ. അപ്പോൾ ഒരു പ്രൊജക്ടൈലിന്റെ വെലോസിറ്റിയുടെ കമ്പോണൻസ് വരയ്ക്കാൻ ചോദിച്ചാൽ ഇപ്രകാരമാണ് വരയ്ക്കേണ്ടത്. രണ്ട് കമ്പോണൻസ് യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും ഇപ്രകാരം നമുക്ക് വരയ്ക്കാം. ഒരു പ്രൊജക്ടൈൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും എപ്രകാരമാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയാണ്, വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. ഒരു പ്രൊജക്ടൈലിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ പ്രൊജക്ടൈലിന്മേൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയുടെ വാല്യൂ ഏതൊരു പൊസിഷനിലും മാറ്റമില്ലാതെ തന്നെ തുടരും. അപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴും യു കോസ് തീറ്റയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഈ സെയിം ലെങ്ത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്, ഡയറക്ഷനും സെയിം തന്നെയാണ്. ഇനി ഈ ഒരു ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴും യു കോസ് തീറ്റ വാല്യൂവിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ഈ ഒരു പൊസിഷനിലും യു കോസ് തീറ്റ, ഈ ഒരു പൊസിഷനിലും യു കോസ് തീറ്റ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുമ്പോഴാണ് ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് ഈ യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് മോഷൻ മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. അതായത് യു കോസ് തീറ്റ ചേഞ്ച് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ പ്രൊജക്ടൈലിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കാം. എപ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാകുന്നത്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയ്ക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആ പ്രൊജക്ടൈലിന് ഒരു ആക്സിലറേഷൻ ഇല്ല. ദാറ്റ് ഈസ് Ax is equal to 0 എന്ന് നമുക്ക് കിട്ടും. ഇനി വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്താൽ ഇവിടെ ഇനീഷ്യലി അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റയാണ്. ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിന്മേൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഈ ഒബ്ജക്റ്റിന്റെ മുകളിലേക്കുള്ള മൂവ്മെന്റിനെ തടയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. അപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ യു സൈൻ തീറ്റയുടെ വാല്യൂ അവിടെ കുറഞ്ഞു, വെലോസിറ്റി അവിടെ ഡിക്രീസ് ചെയ്യാണ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതിന് കാരണം എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിന്മേൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. വീണ്ടും ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആകുന്നു.
അങ്ങനെ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആകുന്നത് കൊണ്ടാണ് ആ ഒബ്ജക്റ്റിന് തുടർന്ന് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ അത് പിന്നീട് താഴേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ താഴേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ ഒബ്ജക്റ്റിന്റെ ആ വെലോസിറ്റിയുടെ ഡയറക്ഷനും താഴോട്ടാണ്. വെലോസിറ്റി താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും താഴോട്ട് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ വെലോസിറ്റി പിന്നീട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു, ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നു, വീണ്ടും ഈ പോയിന്റിൽ എത്തുമ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇനീഷ്യലി അത് പ്രൊജക്ട് ചെയ്ത അതേ മാഗ്നിറ്റ്യൂഡിൽ തന്നെ അത് തിരിച്ച് എത്തുന്നു. പക്ഷെ ഡയറക്ഷൻ അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലാണ് വെലോസിറ്റി എങ്കിൽ ഇവിടെ ഡയറക്ഷൻ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റിയുടെ കമ്പോണന്റ് ത്രൂ ഔട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആദ്യം ഡിക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്ത് ഈ ഒരു ഹയസ്റ്റ് പോയിന്റിൽ അതിന്റെ വെലോസിറ്റി 0 ആകുന്നു, vy is equal to 0. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെലോസിറ്റി ഒരു ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. അങ്ങനെ വെലോസിറ്റി ഈക്വൽ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ആക്സിലറേഷൻ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ഡയറക്ഷനിലെ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ay is equal to -g ആണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. The x component of velocity u cos theta remains constant throughout the motion. അപ്പോൾ x component u cos theta എല്ലാ പൊസിഷനിലും മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. ചേഞ്ച് ചെയ്യുന്നത് the y component u sin theta ചേഞ്ചസ്. y കമ്പോണന്റ് ആദ്യം ഇവിടെ കൂടുതലായിരുന്നു, പിന്നെ അത് ഡിക്രീസ് ചെയ്യുന്നു, ഹയസ്റ്റ് പോയിന്റിൽ 0 ആകുന്നു, പിന്നെ വീണ്ടും അത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഹയസ്റ്റ് പോയിന്റിൽ ദ മാക്സിമം വെലോസിറ്റി vy is equal to 0. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആണ്. അതേസമയം ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos തീറ്റ ആ സെയിം വാല്യൂവിൽ തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ആക്സിലറേഷൻ ax is equal to 0. അതായത് x ഡയറക്ഷനിലെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് x ഡയറക്ഷനിലെ ആക്സിലറേഷൻ ax is equal to 0 ആണ്. എന്നാൽ y ഡയറക്ഷനിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യം കുറയുന്നു, പിന്നെ 0 ആകുന്നു, പിന്നീട് വീണ്ടും കൂടുന്നു. ആ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഒരു ഈക്വൽ ചേഞ്ച് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആയതുകൊണ്ട് ഒരു യൂണിഫോം ആക്സിലറേഷൻ ആണ് ആക്ട് ചെയ്യുന്നത്. ആ ആക്സിലറേഷൻ എന്നത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ടുള്ള ഡയറക്ഷൻ, മുകളിലേക്ക് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ താഴേക്ക് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ഡയറക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ g എന്നത് നെഗറ്റീവ് സൈനോടുകൂടി കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ay is equal to -g. അപ്പോൾ നെഗറ്റീവ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ എന്നത് എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിക്ക് ഈക്വൽ ആയിരിക്കും. അതിന്റെ സൈൻ നെഗറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം അത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഒരു പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഇനി ഡിറൈവ് ചെയ്യേണ്ടത്. അതിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊജക്ടൈൽ പ്രൊജക്ട് ചെയ്തതിന് ശേഷം ആ പരാബോളിക് പാത്ത് കംപ്ലീറ്റ് ചെയ്ത് അത് വീണ്ടും ആ സെയിം ഇനീഷ്യൽ ഹൊറിസോണ്ടൽ ലെവലിലേക്ക് തിരിച്ചെത്തുന്നു. അതിനെടുക്കുന്ന ആ സമയം, അപ്പോൾ ഈ ഒരു പാത്ത് ട്രാവേഴ്സ് ചെയ്യാനായിട്ട് അതെടുക്കുന്ന ആ ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് എന്നത് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്പ്ലേസ്മെന്റ്, ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? അത് ഇനീഷ്യലി ഗ്രൗണ്ടിൽ നിന്ന് അത് പ്രൊജക്ട് ചെയ്ത് തിരിച്ച് അത് ആ ഒരു ഗ്രൗണ്ട് ലെവലിലേക്ക് തന്നെ വന്ന് വീഴുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫൈനൽ പൊസിഷനിലും അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ y ഡയറക്ഷനിൽ വരുന്ന അതിന്റെ പൊസിഷൻ അപ്പോഴും 0 എന്ന ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഗ്രൗണ്ടിൽ നിന്ന് എറിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് തന്നെ വന്ന് വീഴുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നും അതിനൊരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമാണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ റേഞ്ച് r എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രൊജക്ടൈല് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന് മാക്സിമം എത്രത്തോളം ഹൈറ്റിലേക്ക് അത് മൂവ് ചെയ്യുന്നുണ്ട്, ഹയസ്റ്റ് ഏറ്റവും മാക്സിമം ഹൈറ്റ് പോസിബിൾ, ആ പോസിബിൾ ഹൈറ്റിലേക്കുള്ള ഒരു വെർട്ടിക്കൽ ആ ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെയാണ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക്
നെക്സ്റ്റ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ the total time t during which the projectile is in flight is called time of flight t. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ആ ടൈം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്താനായിട്ട് എത്രത്തോളം സമയം എടുക്കുന്നു, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിനുണ്ടാകുന്ന അതിൻ്റെ മോഷൻ്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടു വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്, അത് യൂണിഫോം ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ് ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്ന അതിൻ്റെ മോഷൻ. അതുകൊണ്ട് തന്നെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കൈനമാറ്റിക് ഇക്വേഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസിഡർ ദ മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ S is equal to ut plus half a t square എന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റിനെയും ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി ഇതിൽ ഓരോ വാല്യൂസും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം S is equal to 0, അതായത് ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി, അതിനാവശ്യമായ ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ വെർട്ടിക്കൽ മോഷൻ ആണ് നമ്മൾ എടുക്കുന്നത്, വെർട്ടിക്കൽ ഡയറക്ഷൻ. ആ വെർട്ടിക്കൽ ഡയറക്ഷനിലെ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വരുന്നത്? ഇതിന് നേരെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ 0 ആണ് അല്ലേ? അതായത് അതിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമാണ് അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് അത് പ്രൊജക്ട് ചെയ്ത് തിരിച്ച് ഗ്രൗണ്ടിൽ തന്നെയാണ് വന്ന് വീഴുന്നത്. അപ്പൊ അതിനൊരു ഹൈറ്റ് ഡിഫറൻസ് അതിനുണ്ടാകുന്നില്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാത്തത് കൊണ്ട് S is equal to 0 എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് U is equal to u sin theta. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് U is equal to u sin theta. ഇനി അതിന്റെ ആക്സിലറേഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്, അത് -g ആണെന്ന് നമ്മൾ കണ്ടു. സോ വി ക്യാൻ റൈറ്റ് A is equal to -g. Then T is equal to capital letter T. അതായത് അതിനാവശ്യമായ ആ സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ലെറ്റർ ടിക്ക് പകരം ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ സിമ്പിൾ ക്യാപിറ്റൽ ടി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇപ്രകാരം ലഭിക്കും. എസിന് 0 എന്ന് കൊടുത്തു, യുവിന്റെ വാല്യൂ u sin theta. Then സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി എഴുതി -12 gt². ഇവിടെ A is equal to -g ആയതുകൊണ്ട് ഇവിടുത്തെ പ്ലസ് സൈൻ മാറി അതിന് പകരം മൈനസ് സൈൻ എന്ന് വന്നു. ഇനി ഇതിലെ ഈ ടേമിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ u sin theta t is equal to half gt². അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ടേം ഉള്ളത് കൊണ്ടാണ് ഈ u sin theta t ഇവിടെ നിർത്തി ഈ half gt² ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് പ്ലസ് ആയിട്ട് മാറി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ പ്രകാരം കിട്ടുന്നത്. അതിൽ നിന്ന് നമുക്ക് t എഴുതാം. ദാറ്റ് ഈസ് t is equal to 2u sin theta by g. ഈ 1/2 2 എന്ന ടേം ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2u sin theta എന്നായി. ഇവിടെയുള്ള g ഈ സൈഡിലേക്ക് വരുന്നു, ദാറ്റ് ഈസ് 2u sin theta by g. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ, 2u sin theta. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റേഞ്ച് എന്നാൽ ഉദ്ദേശിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്ത ഈ ഒരു പൊസിഷനിൽ അത് വന്നു, ആ സമയത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The horizontal distance traveled by a projectile during its time of flight is called horizontal range R. അപ്പോൾ ഇവിടെയും ആ ഡെഫിനിഷന് അധികം പ്രാധാന്യം കൊടുക്കണ്ട, അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. വെലോസിറ്റി ഈക്വൽസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽസ് വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് പകരം നമ്മൾ എടുക്കുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച്, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇനി വെലോസിറ്റി നമ്മൾ എടുക്കേണ്ടത് ഏത് കമ്പോണന്റ് ആണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് u cos θ എടുക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്, അതിനെടുക്കുന്ന സമയമാണ്. ഇത് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ ട്രാവൽ ചെയ്യാനായിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കുന്ന ടൈം ആയതുകൊണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ടൈമിന്റെ പ്ലേസിൽ നമ്മൾ എന്തെന്ന് എഴുതി? ടൈം ഓഫ് ഫ്ലൈറ്റ് എഴുതി. അപ്പോൾ ആക്ച്വലി ഇക്വേഷൻ ഇതാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ. ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് എടുക്കുന്നത്.
അപ്പോൾ അത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് മാറ്റി എഴുതി. ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി അതിനെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഞ്ചിന് r എന്ന സിമ്പിളാണ് യൂസ് ചെയ്യുക. ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos തീറ്റ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. ദാറ്റ് ഈസ് 2u sin തീറ്റ ബൈ g. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇക്വേഷൻ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. u ഇൻറ്റു u എന്ന് പറയുമ്പോൾ അത് u സ്ക്വയർ ആയി. ദാറ്റ് ഈസ് r ഇസ് ഈക്വൽ ടു u സ്ക്വയർ 2 sin തീറ്റ cos തീറ്റ ബൈ g. 2 sin തീറ്റ cos തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു sin 2 തീറ്റയാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും മാത്തമാറ്റിക്സിൽ. 2 sin തീറ്റ cos തീറ്റ എന്നത് sin 2 തീറ്റ ആയതുകൊണ്ട് ഇപ്രകാരം മാറ്റി എഴുതാം. r is equal to u square sin 2 theta by g. So this is the equation for horizontal range, that is r is equal to u square sin 2 theta by g. റേഞ്ചിന്റെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. r is equal to u square sin 2 theta by g ആണ്. ഈ റേഞ്ചിന്റെ മാക്സിമം വാല്യൂ, എത്രത്തോളം മാക്സിമം റേഞ്ച്, ഇപ്പൊ നമ്മളൊരു കല്ല് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഏറ്റവും ദൂരം എപ്പോഴാണ്, ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ റേഞ്ച് നമുക്ക് മാക്സിമം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലാണ് ഏറ്റവും മാക്സിമം ദൂരത്തിൽ ആ കല്ല് വന്ന് വീഴുക എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഇക്വേഷനിൽ r is maximum when sin 2 theta is maximum. ഇക്വേഷൻ നോക്കിയാൽ യുവിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതിന്റെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ സെയിം തന്നെ. അതായത് നമ്മൾ 30 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അത് 30 മീറ്റർ പെർ സെക്കൻഡ് തന്നെ അറിയുന്നത്, അതിന് മാറ്റം വരുത്തുന്നില്ല. ജി എന്നതും കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ഈ വാല്യൂവില് വാരിയബിൾ ആയിട്ട് വരുന്നത് ആകെ തീറ്റ മാത്രമാണ്. ആംഗിൾ നമ്മൾ മാറ്റി മാറ്റി പല ആംഗിളിൽ എറിഞ്ഞ് നോക്കാം. അങ്ങനെ എറിയുന്ന സമയത്ത് മാക്സിമം വാല്യൂ sin 2 തീറ്റയ്ക്ക് പോസിബിൾ ആയിട്ടുള്ളത് r is maximum when sin 2 theta is maximum. sin 2 തീറ്റയുടെ മാക്സിമം വാല്യൂ എന്നത് 1 ആണ്. അപ്പോൾ സൈൻ ഫംഗ്ഷനിൽ ഏറ്റവും മാക്സിമം വരുന്ന വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ sin 2 തീറ്റ 1 കിട്ടണമെങ്കിൽ 2 തീറ്റയുടെ വാല്യൂ എത്ര വരണം? 90 ഡിഗ്രി ആയിരിക്കണം. sin 90 ആണ് നമുക്ക് 1 എന്ന് കിട്ടുന്നത്. അപ്പോൾ 2 തീറ്റ is equal to 90 ഡിഗ്രി. ദാറ്റ് മീൻസ് തീറ്റ is equal to 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. ദാറ്റ് ഈസ് r max is equal to u square by g. അപ്പോൾ ഇവിടെ sin 2 തീറ്റയുടെ വാല്യൂ 1 എന്ന് കൊടുത്താൽ നമുക്ക് മാക്സിമം റേഞ്ച് പോസിബിൾ ആയിട്ടുള്ളത് u square by g. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം റേഞ്ച് എന്ന് ചോദിച്ചാൽ ആംഗിൾ തീറ്റ is equal to 45 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. ഫൈൻഡ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ വിച്ച് the range will be same as that in case of theta is equal to 30 degree for a given value of projection. അതായത് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ നമ്മൾ ഒരു പ്രൊജക്ടൈലിനെ മൂവ് ചെയ്യുകയാണ്, ത്രോ ചെയ്യുകയാണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 30 ഡിഗ്രി. 30 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത സമയത്ത് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ആണ് ഉണ്ടായത്. ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടി. ആ സെയിം റേഞ്ച് കിട്ടാനായിട്ട് മറ്റൊരു ആംഗിളിൽ കൂടി പ്രൊജക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് അതേ സെയിം റേഞ്ച് തന്നെ കിട്ടും. അത് ഏത് ആംഗിളിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ പ്രൊജക്ടൈലിന്റെ കേസിൽ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് പ്രൊജക്ഷൻ റേഞ്ച് വിൽ ബി സെയിം ഫോർ ആംഗിൾസ് തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ. നമ്മളൊരു പർട്ടിക്കുലർ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താൽ ആ ആംഗിളിന്റെ 90 മൈനസ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്താൽ ആ വാല്യൂവിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഞ്ച് സെയിം തന്നെയാണ് കിട്ടുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തീറ്റ is equal to 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 90 മൈനസ് തീറ്റ എത്രയായിരിക്കും? 90 മൈനസ് 30 ദാറ്റ്സ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്തും 60 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന റേഞ്ച് സെയിം ആയിരിക്കും. ദ റേഞ്ച് വിൽ ബി സെയിം ഫോർ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ രണ്ട് ആംഗിൾസിൽ നമുക്ക് ഒരേ വാല്യൂ ഓഫ് പ്രൊജക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ പിക്ചറിൽ നോക്കിയാൽ 30 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടിയ റേഞ്ച് ഇതാണ്. ഇവിടെ ആ മാക്സിമം ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം 60 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടിയ റേഞ്ചും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് കിട്ടിയത്. ഈ ഒരു ഡിസ്റ്റൻസ് r is equal to r dash. രണ്ട് സമയത്തെയും റേഞ്ചിന്റെ വാല്യൂ നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന തീറ്റയുടെ വാല്യൂ 20 ഡിഗ്രി ആയിരുന്നെങ്കിലോ, 20 ഡിഗ്രി ആണെങ്കിൽ 90 മൈനസ് 20 is equal to നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 20 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താലും 70 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ ഓഫ് റേഞ്ച് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ തീറ്റ is equal to 30 ഡിഗ്രി അതിന്റെ സിമിലർ അല്ലെങ്കിൽ സെയിം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്ന അടുത്ത ആംഗിൾ ചോദിച്ചാൽ 90 മൈനസ് 30 അതാണ് ഇക്വേഷൻ. അപ്പോൾ ഏത് വാല്യൂ തന്നാലും 90 മൈനസ് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ആംഗിളിൽ
ഏത് വാല്യൂവിലാണോ സെയിം റേഞ്ച് കിട്ടുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഡെറിവേഷൻ നമുക്ക് നോക്കാം. മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ, ദാറ്റ് ഈസ് h. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിന് മാക്സിമം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് hന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. It is the maximum height reached by the projectile. Consider the motion in vertical direction to the highest point. അപ്പോൾ നമ്മൾ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അതിൽ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണ് v² - u² = 2as. ഇനി ഇതിൽ ഓരോ വാല്യൂസും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഒരു മോഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, ഇനീഷ്യൽ വെലോസിറ്റി ഇതാണ്. ഇവിടെ നിന്ന് അത് ഈ ഹയസ്റ്റ് പോയിന്റ് വരെ എത്തുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഇത് u. ആ ഇനീഷ്യൽ വെലോസിറ്റി u നമ്മൾ എടുക്കേണ്ടത് ആ യുവിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ u sin θ എന്നുള്ള കമ്പോണന്റ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് u = u sin θ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി uവിന്റെ പ്ലേസിൽ അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള കമ്പോണന്റ് u sin θ എന്ന് നമ്മൾ എടുത്തു. ഇനി ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് 0 ആണെന്ന് നമ്മൾ കണ്ടു. ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇതിന്റെ ഫൈനൽ വെലോസിറ്റിക്കാണ് നമ്മൾ ഇവിടെ v എന്ന് പറയുന്നത്. ഇവിടെയുള്ള വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി, ഈ പോയിന്റിൽ എത്തിയപ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി, നമ്മൾ ഇവിടം വരെയുള്ള മോഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് എന്തെടുക്കാം, 0 എന്നെടുക്കാം. ദാറ്റ് ഈസ് v = 0. ഇനി a = -g തന്നെയാണ്. എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് മൈനസ് സൈൻ ഇട്ടു, -g എന്നെടുത്തു. ഇനി വാട്ട് ഈസ് s എന്ന് പറയുന്നത് മാക്സിമം അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് h. അപ്പോൾ s ന്റെ വാല്യൂ h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get v യുടെ പ്ലേസിൽ 0 എന്ന് കൊടുത്തു. ഇനി യുവിന്റെ പ്ലേസിൽ u sin θ എന്ന് കൊടുത്തു. അപ്പോൾ u² ഉള്ളതുകൊണ്ട് u² sin² θ എന്ന് വന്നു = ഇവിടെ എക്ക് -g ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇനീഷ്യലി ഒരു മൈനസ് സൈൻ വന്നേക്കണം, -2g. എസിന്റെ പ്ലേസിൽ h കൊടുത്തു. ഇനി ഇതിൽ നിന്നും രണ്ട് സൈഡിലും മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാക്സിമം ഹൈറ്റ് h ആണ്. അപ്പോൾ h നെ മാത്രം ഒരു സൈഡിൽ നിർത്തുമ്പോൾ h = u² sin² θ 2g എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് മാക്സിമം ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. മാക്സിമം ഹൈറ്റ്